വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ റഹീമ. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. 6 മണിക്കൂറിൽ കൂടുതൽ വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് 750 റിയാൽ വരെ നഷ്ടപരിഹാരം. കഴിഞ്ഞ വെള്ളിയാഴ്ച കമ്പ്യൂട്ടർ ശൃംഖലയുടെ തകരാറിനെ തുടർന്ന് വിമാനങ്ങൾ വൈകിയത് മൂലം ബുദ്ധിമുട്ടിയ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് പ്രതീക്ഷ. സൗദിയിലെ വിമാന കമ്പനികൾ തങ്ങളുടെ യാത്രക്കാർക്ക് വിമാനം വൈകിയാൽ നഷ്ടപരിഹാരം നൽകുന്നതിന് നിയമപ്രകാരം പ്രതിജ്ഞാബദ്ധമാണെന്ന് വെളിപ്പെടുത്തി. 6 മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന വിമാനങ്ങളിലെ യാത്രക്കാർക്ക് 750 റിയാൽ വരെ നഷ്ടപരിഹാരവും ഭക്ഷണവും ഹോട്ടൽ താമസ സൗകര്യവും നൽകണമെന്നാണ് ചട്ടങ്ങളിൽ പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ലോകവ്യാപകമായി ബാധിച്ച സാങ്കേതിക തകരാർ തങ്ങളുടെ ചില വിമാന സർവീസുകളെ ബാധിച്ചതായും തന്മൂലം വൈകിയതായും സൗദിയിൽ പ്രവർത്തിക്കുന്ന നിരവധി രാജ്യാന്തര വിമാന കമ്പനികൾ അറിയിച്ചിരുന്നു. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായിട്ടുള്ള നഷ്ടപരിഹാരത്തിന് യാത്രക്കാർക്ക് അർഹതയുണ്ടെന്നുമാണ് എയർലൈനുകളുടെ നിലപാട്. വിൻഡോസ് സ്തംഭനം ലോകമാകെ 85 ലക്ഷം കമ്പ്യൂട്ടറുകളെ ബാധിച്ചെന്ന് മൈക്രോസോഫ്റ്റ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന 1% താഴെ കമ്പ്യൂട്ടറുകളുടെ മാത്രമാണ് ബാധിച്ചതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. എങ്കിലും സ്തംഭനം ഉണ്ടാക്കിയ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതായി കമ്പനി വ്യക്തമാക്കി. തകരാർ പരിഹരിക്കാൻ എല്ലാവിധ സഹായവും നൽകുന്നതായി മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കി. അബുദാബിയിൽ ഷവാമേക്ക് സ്ട്രീറ്റിൽ നിയന്ത്രണം വിട്ട് മുന്നോട്ടു പോയ കാറിൽ നിന്ന് ഡ്രൈവറെ രക്ഷിച്ച് അബുദാബി പോലീസ്. അബുദാബി പോലീസിന്റെ കൃത്യമായ ഇടപെടലിലാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. അർദ്ധരാത്രി ഡ്രൈവർ ഷഹാമ ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. അപകടത്തിന്റെ വീഡിയോ അബുദാബി സെക്യൂരിറ്റി മീഡിയ മേധാവി ലഫ്റ്റനന്റ് കേണൽ നാസർ അൽ സെയ്ദി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അമിത വേഗതയിൽ പോകുന്ന കാറിന് മുന്നിൽ പോലീസ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഡ്രൈവറെ രക്ഷിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ക്ലിപ്പിൽ നിന്ന് മനസ്സിലാക്കാം. വീഡിയോയിൽ കാർ ഡ്രൈവർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി ഫോൺ കോളിലാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഡ്രൈവർ മുന്നോട്ട് പോയത്. UAEയിൽ സന്ദർശക വിസക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ്. സന്ദർശക വിസയോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭ്യമാക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ICPയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി സന്ദർശക വിസക്ക് അപേക്ഷിക്കാം. സമർപ്പിക്കുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭ്യമാവുന്ന തരത്തിലുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുകയെന്ന് ജനറൽ ഡയറക്ടർ മേജർ ജനറൽ സുഹേൽ സയീദ് അൽ ഖലീൽ പറഞ്ഞു. ഗ്രൂപ്പുകളിൽ ചേർന്നാൽ പണി പാടില്ല, സ്വകാര്യത മുഖ്യം. വാട്സാപ്പിൽ പുതിയ അപ്ഡേറ്റ് വരുന്നു. വാട്സാപ്പിന്റെ പ്രവർത്തനത്തെ അടിമുടി മാറ്റും വിധമുള്ള ഒരു പുതിയ അപ്ഡേറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മെറ്റ. ഫോൺ നമ്പറുകളുമായി ബന്ധിപ്പിച്ചായിരുന്നു ഇത്രയും നാൾ വാട്സാപ്പിന്റെ പ്രവർത്തനം. ഈ ഫോൺ നമ്പറുകൾ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തവർക്കും ഗ്രൂപ്പ് അംഗങ്ങൾക്കുമെല്ലാം കാണാനും സാധിക്കും. പ്രവാസികൾക്ക് പണി കിട്ടി തുടങ്ങി, നഷ്ടം വൻതുക. എല്ലാത്തിനും കാരണം കയ്യിലെ മൊബൈൽ ഫോൺ. UAE ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളും നാട്ടിലുള്ള വേണ്ടപ്പെട്ടവരുമായി ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്നത് VPN ഉപയോഗിക്കാറുണ്ട്. UAEയിൽ തന്നെ ലക്ഷക്കണക്കിന് പേരാണ് VPN ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴിതാ VPN ഡൗൺലോഡ് ചെയ്തവർക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങൾ കൊടുത്ത് ഫോൺ ചാർജ് ചെയ്യുന്നവരിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ബാലൻസ് തീർന്ന മെസ്സേജാണ് വരുന്നത്. ആയിരങ്ങൾ കൊടുത്ത് ഫോൺ ചാർജ് ചെയ്യുന്നവരിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ബാലൻസ് തീർന്ന മെസ്സേജ് വരുന്നു എന്നാണ് വിവരം. തിരുത്തിയ UAE വിസ 2 ദിവസത്തിനകം. വിസ ആവശ്യമുള്ള വ്യക്തി UAEയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. വിസയിലെ വിവരങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ നടത്തണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. 60 ദിവസത്തിന് ശേഷമുള്ള തിരുത്തൽ അപേക്ഷകൾ സ്വീകരിക്കില്ല. രാജ്യത്തുടനീളമുള്ള താമസക്കാരുടെ രാജ്യസുരക്ഷ ഉയർത്തിപ്പിടിക്കാൻ ആഹ്വാനം ചെയ്ത് UAE പ്രസിഡന്റ്. ഞായറാഴ്ച എക്സ് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ആഹ്വാനം നടത്തിയത്. എമിറേറ്റ്സിലെ വൈവിധ്യമാർന്ന ജനസംഖ്യയെ പ്രശംസിച്ച പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് സമൂഹത്തിലെ സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും തത്വങ്ങൾ നടപ്പിലാക്കാൻ പ്രോത്സാഹിപ്പിച്ചു. UAEയിൽ 200-ലധികം ദേശീയതകൾ അടുത്തടുത്തായി താമസിക്കുന്നു. എല്ലാം നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള വികസനത്തിന്റെ സംഭാവന നൽകുന്നവരാണ്. രാജ്യസുരക്ഷ നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറയാണ്. സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും ധാരണയുടെയും ഈ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ UAE വീട് എന്ന് വിളിക്കുന്ന എല്ലാവരെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു.
കുവൈറ്റ് ഫ്ലാറ്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 4 അംഗം മലയാളി കുടുംബത്തിന്റെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. ആലപ്പുഴ തലവടി നീരേറ്റുപുറം മുളയ്ക്കൽ മാത്യൂസ് വർഗീസ്, മുളയ്ക്കൽ ഭാര്യ ലിനി, ഏലിയമ്മ മക്കളായ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഐറിൻ റേച്ചൽ മാത്യൂസ്, 4ാം ക്ലാസ് വിദ്യാർത്ഥി ഐസക് മാത്യൂസ് മുളയ്ക്കൽ എന്നിവയുടെ മൃതദേഹങ്ങളാണ് കുവൈറ്റിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായ് വഴി ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. ദുബായിലെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രമായ ഗ്ലോബൽ വില്ലേജിന്റെ 29ാമത് സീസണിലേക്ക് സംരംഭകരെ ക്ഷണിക്കുന്നു. ചെറുകിട ഔട്ട്ലെറ്റുകൾ, ഗസ്റ്റ് സർവീസ്, കിയോസ്കുകൾ, ട്രോളി സർവീസ് എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകർ ഈ മാസം 25 മുതൽ രജിസ്റ്റർ ചെയ്യണം. ആഗസ്റ്റ് 2 അവസാന തീയതി. ചെറുകിട വ്യവസായ രംഗത്ത് വ്യത്യസ്തമായ ആശയങ്ങൾ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് കസ്റ്റമൈസ് കിയോസ്കുകൾ മുതൽ ജീവനക്കാർക്ക് വിസ നേടാനുള്ള സഹായം വരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ഗ്ലോബൽ വില്ലേജ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.